എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കഴിഞ്ഞ 2 ചാപ്റ്ററുകളും എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററാണ് പില്ല. പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടി. കഴിഞ്ഞതിൽ നീതു ഒരു പട്ടിക്കുട്ടിയെ അവിടുന്ന് പുറത്തുനിന്ന് എടുത്തുകൊണ്ടിരുന്നുണ്ട്. ആ പട്ടിക്കുട്ടി വളർന്നിട്ടുള്ള കവിതയാണത്. ഇത് എഴുതിയിരിക്കുന്നത് സഫ്ദർ ഹാഷ്മിയാണ്. പില്ല. नीदू का था पिल्ला एक, बदन पे उसके रुएम अनेक, छोटी टांगें लंबी पूंछ, भूरी दाढ़ी काली मूंछ, मक्खी से वो लड़ता था, खड़े खड़े गिर पड़ता था. അവിടെ പട്ടിക്കുട്ടിയും നീതുവും തമ്മിലുള്ള കളികൾ കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ. നോക്കൂ, നീതു കാഥ പില്ലായേക്ക്. നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രുയേ മനേക്. ശരീരത്തിൽ എന്തുണ്ടായിരുന്നു? നിറച്ച് ധാരാളം രോമങ്ങളുണ്ടായിരുന്നു. കണ്ടോ, അവിടെ കാണാനില്ലേ? നല്ല പൂടെയുള്ള നല്ല രോമങ്ങളുള്ള ഒരു പട്ടിക്കുട്ടിയെ കാണാനില്ലേ? ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്. ചെറിയ കാലുകൾ, നീളമുള്ള വാല്. ഭൂരി ധാടി കാലി മൂഞ്ച്. താടി എങ്ങനത്തതാണ്? തവിട്ട് നിറത്തിലുള്ളതാണ്, ബ്രൗൺ നിറത്തിലുള്ളത്. കാലി മൂഞ്ച് എന്ന് പറഞ്ഞാൽ കറുത്ത മീശ. മക്കി സേവോ ലഡ്താഥ. അവൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത്, വഴക്കുണ്ടാക്കിയിരുന്നത്? ഈച്ചയുമായിട്ട്. ഘടേ ഘടേ ഗിർ പഡ്താഥ. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ എന്ത് ചെയ്യായിരുന്നു? വീണ് പോവുമായിരുന്നു. അവനിങ്ങനെ നടന്നു തുടങ്ങുന്ന പട്ടിക്കുട്ടിയായിരുന്നു. നീതു കാഥ പില്ല ഏക്, ബദൻ പേ ഉസ്കെ രുയേം അനേക്, छोटी टांगें लंबी पूंछ, भूरी दाढ़ी काली मूंछ, मक्खी से वो लड़ता था, घड़े घड़े गिर पड़ता था. എനിക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് കൂട്ടുകാർ വളരെ നല്ല ഈണത്തിൽ ഇത് ചൊല്ലിക്കേൾപ്പിക്കും. നമുക്കിനി ഇതിനകത്തെ മീനിങ്സ് നോക്കാം. നീതു കാഥ പില്ലായേക്ക്. പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടി, പപ്പി. ഏക്ക് എന്ന് പറഞ്ഞാൽ 1. ബദൻ. ബദൻ എന്ന് പറഞ്ഞാൽ ബോഡി. രുവേം. രുവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെയർ. അനേക്. അനേക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി, ധാരാളം. ചോട്ടി ടാങ്കേം, സ്മോൾ ലെഗ്സ്. സ്മോൾ ലെഗ്സ്. ലംബി പൂഞ്ച്. ലംബി പൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടെയിൽ. ഭൂരി ധാടി. ഭൂരി എന്ന് പറഞ്ഞാൽ ബ്രൗൺ. ധാടി എന്ന് പറഞ്ഞാൽ താടി. ധാടി എന്ന് പറഞ്ഞാൽ ബിയേഡ്. കാലി മൂഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മൗസ്റ്റാഷ്. മക്കി സേ വോ ലഡ്താഥ. മക്കി എന്താണ്? ഹൗസ് ഫ്ലൈ. വോ ലഡ്താഥ. വോ ആരാണ്? അവൻ, ഹി. ലഡ്താഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈറ്റ് ചെയ്യുക. ഘടേ ഘടേ ഗിർ പഡ്താഥ. ഘടേ ഘടേ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, വൈൽ സ്റ്റാൻഡിങ്. ഗിർന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിർ പഡ്താഥ, യൂസ്ഡ് ടു ഫോൾ.
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മീനിങ്സ് വരുന്നത്. ഈ തന്നിരിക്കുന്ന മീനിങ്സ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണാം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഹംബി ജോഡീം. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. എന്തൊക്കെയാണത്? ക്യാ ഖാന പസന്ത് ഥാ. എന്ത് ഭക്ഷണമാണ് നമ്മുടെ പപ്പിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്? ക്യാ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചേർക്കാം? എന്ത് എന്നുള്ളതിന് പകരം ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് ഖാന പസന്ത് ഥാ. ബിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു ആർക്കിഷ്ടം? പട്ടിക്കുട്ടിക്ക്, പിള്ളയ്ക്ക് ഇഷ്ടം. അടുത്ത ചോദ്യം എന്താണ്? കിസ്കെ നീച്ചെ സോത്താ ഥാ. എന്തിൻ്റെ താഴെയാണ് കിടന്നുറങ്ങുന്നത്? എന്തിൻ്റെ എന്നുള്ളതിന് പകരം നമുക്ക് എന്താ ചേർക്കാനുള്ളത്? എന്തിൻ്റെ താഴെയാണ് കിടന്നുറങ്ങുന്നത്? പങ്കേക്കെ നീച്ചെ. ഫാനിൻ്റെ താഴെയാണ് പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. പങ്കേക്കെ നീച്ചെ സോത്താ ഥാ. അടുത്ത എന്താണ് പട്ടിക്കുട്ടി ചെയ്യുന്നത്? ബോൾ കളിക്കുന്നുണ്ടല്ലേ. കിസ്കെ സാത്ത് ഖേൽത്താ ഥാ. ആരുടെ കൂടെയാണ് കളിക്കാറുണ്ടായിരുന്നത്? ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? നീതു കെ സാത്ത് ഖേൽത്താ ഥാ. നീതുവിൻ്റെ കൂടെയാണ് കളിച്ചിരുന്നത്. കിസ്കെ എന്നുള്ളതിന് പകരം നീതു കെ എന്ന് ചേർക്കാം. ഇതൊക്കെ ചേർത്ത് നമുക്കിനി ഈ ആൻസേഴ്സൊക്കെ ചേർത്ത് നമുക്കൊരു കവിതയാക്കാം. ഇൻകി മദദ് സെ കവിതാമേം പങ്ക്തിയാൻ ജോഡേം. ഈ ആൻസറുകളെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കൊരു കവിതാ ലൈൻസ് ഉണ്ടാക്കാം. ബിസ്ക്കറ്റ് ഖാന പസന്ത് ഥാ. പങ്കെ കെ നീച്ചെ സോത്താ ഥാ. നീതു കെ സാത്ത് ഖേൽത്താ ഥാ. ഖുഷി കെ സാത്ത് രഹ്താ ഥാ. ഇതിൽ ഒരെണ്ണം കൂടിയാണ് നമ്മൾ ഒരു സെൻറ്റൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഖുഷി കെ സാത്ത് രഹ്താ ഥാ. വളരെയധികം സന്തോഷത്തോടെ നീതുവിൻ്റെ കൂടെ ഉള്ളപ്പോൾ, നീതുവിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് പപ്പി എന്ന് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. അപ്പോൾ അതാണ് ലാസ്റ്റ് സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്, ലാസ്റ്റ് ലൈൻ എഴുതിയിരിക്കുന്നത്. ഖുഷിക്കെ സാത്ത് രഹ്താ ഥാ. വളരെയധികം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? പരിചിത ശബ്ദവും പർ ഗോള ലഗായേം. നിങ്ങൾ പഠിച്ച വാക്കുകളെ റൗണ്ട് ചെയ്യുക, വട്ടം വരയ്ക്കുക. രാത്ത് കാ സമയ് ഥാ. അപ്പോൾ നമുക്ക് എന്തിന് വട്ടം വരയ്ക്കാം? രാത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ച വാക്കാണ്. രാത്ത് എന്നുള്ളതിന് റൗണ്ട് ചെയ്യാം. നീതു കെ ഹാത്ത് മേ കിതാബ് ഥി. നീതുവിന് നമുക്ക് റൗണ്ട് ചെയ്യാം. ഹാത്തിന് റൗണ്ട് ചെയ്യാം. കിതാബിന് റൗണ്ട് ചെയ്യാം. നീതുവിൻ്റെ കയ്യിൽ പുസ്തകമുണ്ടായിരുന്നു. ഹാത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡ്. നീതു ഘർ കെ ബാഹർ ഥി. നീതു വീട്ടിന് പുറത്തായിരുന്നു. ഘർ എന്നുള്ള വാക്കിന് അവിടെ നമുക്ക് റൗണ്ട് ചെയ്യാം. ബാഹർ എന്നുള്ളതിന് റൗണ്ട് ചെയ്യാം. അമ്മ ചായ് ലേക്കർ ആയി. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ ചായ കൊണ്ടുവന്നു. അമ്മ, ചായ് എന്നുള്ള വേർഡിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്തിടാം. നീതു ഖുഷ് ഹുയി. നീതു വളരെ ഹാപ്പി ആയിരുന്നു, സന്തോഷവതിയായിരുന്നു. അപ്പോൾ ഖുഷ് എന്നുള്ള വേർഡ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതിന് നമുക്കിവിടെ റൗണ്ട് ചെയ്യാം. ഇനി ആ വേർഡുകളൊക്കെ താഴത്തെ ലൈനുകളിലേക്ക് എടുത്തെഴുതുക. പരിചിത ശബ്ദത്തിലേക്ക് നമ്മൾ പരിചയപ്പെട്ട വാക്കുകളെയൊക്കെ അങ്ങോട്ട് എടുത്തെഴുതാം. രാത്ത്, നീതു, ഹാത്ത്, കിതാബ്, ഘർ, ബാഹർ, അമ്മ, ചായ്, ഖുഷ്. ഇത്രയാണ് വാക്കുകളുള്ളത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? പഠേ ഓർ സംശയം. വായിക്കുക, എന്നിട്ട് നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് നോക്കി അതേപോലെ ചെയ്യുക. ഒരു സെൻറ്റൻസ് ആക്കി എഴുതുക. ഇവിടെ വട്ടത്തിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, പുറത്ത് 3 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ആ വേർഡുകളെ ആയിട്ട് ഈ ചിത്രവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഒന്നാമത്തേത് എന്താണ്? കിടന്നുറങ്ങുന്നു അല്ലേ? പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഒന്നാമത്തേത് പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നു. ആ പട്ടിക്കുട്ടിയെ നമുക്ക് എന്താ പറയുക? അപ്പോൾ പില്ല സോത്താഹേ. പില്ല സോത്താഹേ എന്ന്. അടുത്തത് എന്താണ് പട്ടിക്കുട്ടി ചെയ്യുന്നത്? പട്ടിക്കുട്ടി തിന്നുന്നു അല്ലേ? പില്ല ഖാത്താഹേ. പില്ല എന്ത് ചെയ്യുന്നു? പില്ല ഈറ്റിംഗ്, കഴിക്കുന്നു അല്ലേ? ഭക്ഷണം കഴിക്കുന്നു. പില്ല ഖാത്താഹേ. അടുത്തത് എന്താണ് പില്ല ചെയ്യുന്നത്? കളിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം പില്ല ഖേൽത്താഹേ. പില്ല ഖേൽത്താഹേ. പില്ല കളിക്കുന്നു. ഇത്രയാണ് ചെയ്യാനുള്ളത്.
അടുത്തത് ചിത്ര ദേഖേം ലിഖേം. ചിത്രം നോക്കിയിട്ട് എന്താണ് ഇവിടെ താഴെ ബോക്സിൽ 3 വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സിൽ ഏത് വാക്കാണ് അവിടെ യോജിച്ചതെന്ന് വെച്ചാൽ അവിടെ ഫില്ല് ചെയ്യുക, പൂരിപ്പിക്കുക. എന്താണ് അവിടെ ചിത്രത്തിൽ നോക്കുക, എന്താണ് പട്ടിക്കുട്ടി ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നു അല്ലേ? ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിന് എന്താണ്? ഗാത്താ ഹേ. ഇവിടെ 3 വേർഡ് ഏതൊക്കെയാണ്? ഗേൽത്ത, ഗാത്ത, സോത്ത. ഗേൽത്ത എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേയിങ്. ഗാത്ത എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ്. സോത്ത എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എഴുതേണ്ടത്? പില്ല ഗാത്താ ഹേ. പട്ടിക്കുട്ടി കഴിക്കുന്നു. അതാണ് നമുക്കിവിടെ ചേർക്കാനുള്ളത്. താഴെ ഇത്രയും ചാപ്റ്ററുകളുടെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാ കുട്ടികളും അത് എല്ലാം നല്ലപോലെ വായിച്ച് പഠിക്കണം. അടുത്ത ചാപ്റ്റർ ഖുഷി ഖുഷിയാണ്. അടുത്ത ഭാഗവുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാ കുട്ടികളും ഇത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ധന്യവാദ് ബച്ചോം.